നമസ്കാരം. വനിത മോണസദ്യയിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയറുപ്പേരിയാണ് കേട്ടോ. അപ്പൊ പയറുപ്പേരി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? പയറ് വേണം. അപ്പോ കണ്ടോ പയറ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ഇത് മണിപ്പയറും ഉണ്ട്, അല്ലാതെ പൊട്ടിച്ചെടുത്ത പയറും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഉള്ളി ഒരു 250 ഗ്രാം ഉള്ളി ഉണ്ട്. വെളുത്തുള്ളി അത് തൊലി കളഞ്ഞത് അതൊരു 50 ഗ്രാം ഉണ്ട്. പിന്നെ ഒരു സബോള, വലിയൊരു സബോള. പിന്നെ വറ്റൽ മുളക് ക്രഷ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചത് എരിവിന് വേണ്ടിയിട്ട്. കരുവേപ്പില. പിന്നെ പൊടികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം, മുളക് പൊടി വേണം, മഞ്ഞപ്പൊടി വേണം, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വേണം. അപ്പോ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഉരുളി ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ നന്നായി ഒഴിക്കണം. ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയുടെ സാന്നിധ്യം വളരെ അധികം മസ്റ്റാണ്. ഉള്ളി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഏകദേശം ഒന്ന് ചൂടായിണ്ടേ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ, നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 3, 4, 5, 6, 7, 8. ഈ വെളിച്ചെണ്ണ ഒന്ന് മൂക്കാവുമ്പോഴേക്കും ഞാൻ ഇതൊന്ന് സിമ്മിലിടുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുഞ്ഞുള്ളി അതെ, വെളുത്തുള്ളി അതെ, രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ഒരുപാട് വേണ്ട, വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ഈ ജാറായതുകൊണ്ട് ആദ്യം ഇതൊന്ന് അടിക്കണേ. അധികം ചെയ്യുന്നില്ല, ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇനി കഷ്ണങ്ങൾ 2-3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തരയ്ക്കും. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തത് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇനി ബാക്കിയുള്ളത് വെളുത്തുള്ളി, ഇതിനിടയ്ക്ക് എണ്ണ മൂത്തോന്നൊന്ന് നോക്കിയതാണേ. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ക്രഷ്ഡ് ആവാത്ത കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാണേ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഓരോന്നുള്ളത് ഒന്നുകൂടി ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. ചേർത്ത് ഒരൊറ്റ അടി. എന്താണ് പരിവന്നൊന്ന് നോക്കട്ടെ ഇതിന്റെ. അപ്പൊ നമ്മൾ ആയതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തതെല്ലാം ഓൾമോസ്റ്റ് ഈ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എണ്ണ മൂപ്പായിട്ട് വരുന്നു. ക്രഷ് ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. എണ്ണ മൂപ്പായിട്ടുണ്ട് ഒരുവിധം. എണ്ണ മതിയോന്ന് എനിക്കൊരു തോന്നലുണ്ട്. കുഴപ്പമില്ല, നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് പോരായ്ക ഉണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. അപ്പൊ എണ്ണ മൂപ്പായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടിയിട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്തത് നമ്മൾ ഒന്ന് മൂപ്പാവണം. മണം മാറണം. ആ ഒരു പച്ചമണം, ആ ഒരു കുത്തല്, അതൊക്കെ മാറണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടോന്ന് സംശയം ഉണ്ടെന്ന്. കുറവുണ്ട്. അപ്പം ഞാനത് കുറച്ചുകൂടി ആഡ് ചെയ്യണേ. നേരത്തെ ഒഴിച്ച അതേ അളവിനാണ് ഒഴിക്കുന്നത്. ഒരു 7 സ്പൂണോളം വീണ്ടും അതിലിട്ടിട്ട് ഇതൊന്ന് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം ഒരു പരിവാവുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ
സബോള നന്നാക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ ക്രഷ്ഡ് ചില്ലി, കുറേ ഇടണ്ട, അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച്, ഒരു 1/2 സ്പൂൺ നമ്മൾ ക്രഷ്ഡ് ചില്ലി കൂടി ആഡ് ചെയ്യാണ്. പിന്നെ കറിവേപ്പില കുറച്ച് ഇട്ടിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കാം. ഇത് പുതിയ ഉരുളിയാണേ, അതുകൊണ്ട് എണ്ണ വേഗം കുടിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് സ്വല്പം കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണോ അതൊക്കെ ഒന്ന് പോട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കുറെ നേരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. ആ ഇളക്കിക്കൊണ്ടിരിക്കണേന്റെ ഇടയിൽ ഞാൻ പാകമാവണതിനനുസരിച്ച് തീ കൂട്ടിയിട്ടും തീ കുറച്ചിട്ടും അങ്ങനെയൊക്കെ മാറ്റി 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 അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കണേ. അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഒരു പാകത്തിലേക്ക് ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നമുക്കിനി പൊടികൾ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ചേർക്കേണ്ട പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി അധികം വേണ്ട, കുറച്ച്, പിന്നെ മുളക് പൊടി കുറച്ച് ചേർക്കാം, അധികം ഇല്ലെങ്കിലും ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഉപ്പ് സ്വല്പം. ഓക്കെ, അപ്പോൾ പിന്നെ നോക്കിയിട്ട് പാകത്തിനാണെങ്കിൽ, പിന്നെ പാകം കുറവാണെങ്കിൽ ഉപ്പ് പിന്നെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇത് മൂക്കണം, പച്ചമണം പോണം, ഇതിന്റെ പൊടികളുടെ പച്ചമണം നല്ലതുപോലെ പോണത് വരെ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു സ്വല്പം ഞാന് ഫ്ലെയിം കൂട്ടുണ്ട് ഒരു പാകത്തിന്. നമ്മുടെ കണ്ണിവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ മൂപ്പ് കൂടുകയാണെന്നോ ഒക്കെ തോന്നുകയാണെങ്കിൽ കുറയ്ക്കാമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഒന്ന് എല്ലാ പൊടിയും എന്ന് പറയാനൊന്നുമില്ല, 2 പൊടി, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ, അതൊന്ന് മൂപ്പാവണ വരെ നമുക്കിതൊന്ന്. അപ്പോൾ ഇത് ഒന്ന് ഞാൻ ഫ്ലെയിം കൂട്ടുകയാണേ. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി നമ്മുടെ പയറ് ആഡ് ചെയ്യാം. പയറെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2 പയറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മണിപ്പയറുണ്ട്, അല്ലാത്ത ഉണ്ട്, പൊട്ടിച്ചിട്ടതും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് മണിപ്പയർ എന്താന്ന് മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ മണിപ്പയർ എന്ന് പറയാം. അതായത് പൊട്ടിച്ചിടുന്ന പയറാണത്. നമ്മള് പയറ് പൊളിച്ചിട്ട് ഇതിലെ മണി മാത്രം ഉപയോഗിച്ചിടുന്നതാണ് അതാണ് മണിപ്പയർ. പിന്നെ ഉള്ളത് അച്ചിങ്ങാന്ന് നമ്മൾ വിളിക്കണം. അതിങ്ങനെ പൊട്ടിച്ചായിട്ടിടണം. ഇത് രണ്ടുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ മണിപ്പയറും അച്ചിങ്ങപ്പയറും കൂടിയിട്ട് 2 കൂടിയിട്ട് 1/2 കിലോ ആണേ. അത് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കണം കേട്ടോ. മണിപ്പയറിന് വല്ലാത്തൊരു സ്വാദ. ഇത് പച്ചപ്പയറിന്റെ മണിപ്പയറാന്ന് തോന്നുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മറ്റേ പേർപ്പിൾ കളറ്, ബീട്രൂട്ടിന്റെ കളറിലുള്ള പയറില്ലേ, നാടൻ പയറിന്റെ മണിപ്പയർ കിട്ടും. നമ്മളിത് ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂറായിട്ട് ഇതിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഏകദേശം ആയിണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം, ബാക്കി എല്ലാ പൊടികളൊക്കെ പാകമായിണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ആയിണ്ടെന്നാ തോന്നണേ. നേരത്തെ പറഞ്ഞ പോലെ സിമ്മിലിട്ടും കൂട്ടിയും കുറച്ചും അങ്ങനെയൊക്കെ ആണ് ഇതിനെ ഒന്ന് പാകാക്കിയിട്ട് എടുത്തത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഉപ്പുണ്ടോന്നും വേവ് പാകമാണോന്നോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കണം. എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. രുചിയുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് കുറവാ, ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യണ്ടേ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 1/2 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഒന്നുകൂടിയും അസലായിട്ട് ഇളക്കാണ്. എന്റെ ഭഗവാൻ എന്ത് രുചി അതിന്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി 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 ടേസ്റ്റി. അതെന്താ വെച്ചാ ഇത്രയും നേരമായില്ലേ, അരമണിക്കൂറായിട്ട് ഇതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യല്ലേ. അതെല്ലാം ഇങ്ങനെ കറക്റ്റ് പിടിച്ച് 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 ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് പാകമായോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. എരിവൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് എരിവുണ്ട്. ഉപ്പ് വേണ്ട, വേവ് പാകാണ്, പയറിന്റെ വേവ് പാകാണ്, ഉപ്പ് പാകാണ്, എരിവ് പാകാണ്, എല്ലാം പാകാണ്. നമുക്കിതൊന്ന് ലാസ്റ്റ് ഒരു പൊടിക്കൈ എന്നുള്ള നിലയ്ക്ക് ഒരു കുറച്ച് കരുവേപ്പില ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഗാർണിഷിങ് ലെവലിലേക്ക് എത്തിച്ചിട്ട് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ തൂവിയിട്ട് ഇളക്കണില്ലേ, അങ്ങനെ വെക്കുകയാണ്. പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പയറുപ്പേരി റെഡിയാണ് വനിതം ഓണസദ്യയുടെ ഭാഗമായിട്ട്. ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടേ ഞാൻ ഓൾമോസ്റ്റ് ഒരു 17 വിഭവങ്ങളാണ് കുക്ക് ചെയ്തത് കേട്ടോ. വനിതം ഓണസദ്യയുടെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡിഷസ് ഞാൻ ഒരുമിച്ച് കുക്ക് ചെയ്യണേ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു ഓണസദ്യക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വനിതത്തിൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിൽ പോവുക. അവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കുക്കിംഗ് പഠിക്കാം. നല്ല രുചിയുള്ള വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒട്ടും അമാന്തിക്കേണ്ട, വേഗം തന്നെ കുക്കിംഗ് പഠിച്ചോളൂ. എല്ലാവർക്കും എൻ്റെയും വനിതത്തിൻ്റെയും സ്നേഹത്തോടെയുള്ള ഓണാശംസകൾ.